ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി കൽപ്പറ്റ പുൽപ്പാറയിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് ഭൂമിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. CPM ജില്ലാ സെക്രട്ടറി കെ റഫീഖാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പം ടൗൺഷിപ്പിന്റെ പ്രവർത്തനമൊക്കെ അവസാന ഘട്ടത്തിലാണല്ലോ, എങ്ങനെ നോക്കി കാണുന്നു എല്ലാത്തിനെയും? അതെ, ലോകോത്തര നിലവാരമുള്ള ടൗൺഷിപ്പാണ്. ദുരന്തബാധിതർക്ക് വേണ്ടി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ കൽപ്പറ്റ ഹൃദയഭൂമിയിൽ തന്നെ നിർമ്മാണം ആരംഭിക്കുകയും ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. 250ഓളം വീടുകളുടെ വാർപ്പ് ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റ് വീടുകൾക്ക്, അതിൽ കൂടുതൽ വീടുകൾക്ക് ആവശ്യമായ ഫൗണ്ടേഷനും അതുൾപ്പെടെയുള്ള വർക്കുകളെല്ലാം പൂർത്തീകരിച്ചു വരികയാണ്. അതോടൊപ്പം റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്നു. അതുപോലെയുള്ള അനുബന്ധ പ്രവർത്തനങ്ങളെല്ലാം വളരെ കൃത്യമായി നടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആദ്യഘട്ടം വീടുകളുടെ കൈമാറ്റം ഫെബ്രുവരിയിൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 300ഓളം വീടുകൾ ഫെബ്രുവരിയിൽ തന്നെ കൈമാറാൻ കഴിയുന്ന നിലയിലാണ് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നത്. 1600-ലധികം തൊഴിലാളികൾ പകലും രാത്രിയുമായി വിശ്രമമില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. മറ്റ് സാധാരണഗതിയിൽ ദുരന്തമുണ്ടാകുന്ന മറ്റ് പല സംസ്ഥാനങ്ങളിലും കാണാറുള്ളത് താൽക്കാലികമായി എന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കി കൊടുത്ത് അവസാനിപ്പിക്കുക എന്നതാണ്. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ് അതിന് വിഭിന്നമായി വളരെ കൃത്യമായി ദുരന്തബാധിതർക്ക് എല്ലാ സൗകര്യവും ഒരുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. കേവലമായി വീട് മാത്രമല്ല ഈ ടൗൺഷിപ്പിൻ്റെ ഭാഗമായി ഉയരുന്നത്. വീട് തന്നെ ഏറ്റവും മികച്ച വീടാണ് ഒരുങ്ങുന്നത് എന്ന് നമുക്കറിയാം. ദുരന്തമോ അതുപോലെയുള്ള പ്രകൃതിയുടെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ ഒന്നും വരാത്ത നിലയിൽ തന്നെയുള്ള ഏറ്റവും അടച്ചുറപ്പുള്ള, ഏറ്റവും ഉറപ്പുള്ള നിലയിൽ ഫൗണ്ടേഷൻ വർക്കെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടുള്ള വീടാണ് ഒന്ന്. അതോടൊപ്പം തന്നെ വീട് മാത്രമല്ല ഇവിടെ നിർമ്മിച്ച് നൽകുന്നത്. ഇവിടെ ദുരന്തബാധിതരായ ആളുകൾ വരുമ്പോൾ അവർക്ക് എല്ലാ സൗകര്യവും ഈ ടൗൺഷിപ്പിൻ്റെ ഭാഗമായി വരികയാണ്. ആരോഗ്യ കേന്ദ്രവും ഗ്രൗണ്ടും വായനശാലകളും അങ്ങനെ തുടങ്ങി എല്ലാ അനുബന്ധ സ്ഥാപനങ്ങളും ഇതിൻ്റെ ഭാഗമായി വരുന്ന, ലോകത്ത് തന്നെ അത്ഭുതകരമായി മാറാൻ പോകുന്നൊരു ടൗൺഷിപ്പാണ് വരാൻ വേണ്ടി പോകുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ദുരന്തബാധിതരും ഈ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണത്തെ നോക്കിക്കാണുന്നത്. ദുരന്തബാധിതരും അല്ലാത്തവരുമെല്ലാം ഇത് ടൗൺഷിപ്പ് കാണാൻ വേണ്ടി തന്നെ നിരവധിയായ ആളുകൾ എത്തുകയാണ്. അത്രയും പ്രാധാന്യത്തോടു കൂടിയാണ് ജനങ്ങൾ കാണുന്നത്. തീർച്ചയായും ഫെബ്രുവരിയിൽ ഇത് കൈമാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടന്നു വരികയാണ്.